കുറിച്ചൊക്കെ വളരെ രൂക്ഷമായി വിമർശിച്ചിട്ടുള്ള ഒരാളാണ്. എല്ലാ സീരിയലുകളെ കുറിച്ചിട്ടൊന്നുമില്ല, ടെലിവിഷൻ പരിപാടികളെ കുറിച്ചുമില്ല. ചിലത് നന്മയുടെ സുഗന്ധം പ്രസരിപ്പിക്കുന്ന, സ്നേഹത്തിന്റെ വലിയ സന്ദേശം പ്രസരിപ്പിക്കുന്ന എത്രയോ ടെലിവിഷൻ പരിപാടികൾ, ടെലിവിഷൻ സീരിയലുകളുണ്ട്. അതിനെയൊക്കെ ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നു. പക്ഷേ നമ്മുടെ ഭാഷയെയും സംസ്കാരത്തെയും നമ്മുടെ ശ്രേഷ്ഠമായ പൈതൃകങ്ങളെയും എല്ലാം വല്ലാതെ മുറിപ്പെടുത്തുന്ന, കുടുംബ ബന്ധങ്ങളെ ആകമാനം ശിഥിലമാക്കുന്ന, കുടുംബ പരിസരങ്ങളെ ഏറ്റവും മലീമസമാക്കുന്ന തരത്തിലുള്ള ചില പരിപാടികൾ ടെലിവിഷനിൽ വരാറുണ്ട്. 15 വർഷമായിട്ട് ഞാൻ ഒരു ടെലിവിഷൻ സീരിയലുകളിലും അഭിനയിക്കാത്ത ഒരാളാണ്. അതെന്റെ ഒരു നിലപാട് കൂടിയാണ്. ഞാനത് തുറന്ന് പറഞ്ഞിട്ടുള്ള ഒരാളാണ്. ഒരുപാട് മഹാപ്രതിഭകളുള്ള ഒരു മേഖലയാണ് നമ്മുടെ ടെലിവിഷൻ മേഖല എന്ന് പറയുന്നത്. തിരക്കഥാരംഗത്ത്, സംവിധാന രംഗത്ത്, സാങ്കേതിക രംഗത്തൊക്കെ വലിയ പ്രതിഭകൾ, വിസ്മയം തെക്കുന്ന അഭിനേതാക്കളാണ് രംഗത്തുണ്ട്. പക്ഷെ അവിടെയൊക്കെ ഈ ചാനലുകളുടെയൊക്കെ റേറ്റിംഗ് ഒക്കെയാണ് പല കാരണങ്ങളായിട്ട് പറയാറ്. എന്ത് തന്നെയായിരുന്നാലും ശരി, ഒരു വലിയ ശുദ്ധീകരണം ആ മേഖലയിൽ ആവശ്യമുണ്ട്. അത് ആ മേഖല കൈകാര്യം ചെയ്യുന്നവർ വളരെ ഉത്തരവാദിത്വത്തോടു കൂടി കൈകാര്യം ചെയ്യേണ്ട ഒരു മേഖലയാണ്. ഞാൻ പുതിയ തലമുറയുടെ ഒരു കലാസങ്കല്പങ്ങളെ കുറിച്ച്, അവരുടെ ഒരു കല, അതിനെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞു വന്നത്. ഞാൻ കുറച്ച് ഈ കോവിഡ് കാലത്തിനൊക്കെ മുമ്പ് കൊല്ലത്തിനടുത്താണ് ഒരു ഗ്രന്ഥശാലയുടെ വാർഷികത്തിന് പോയി. ഞാൻ അതുകൂടി പറഞ്ഞിട്ട് നിർത്താം, ഇത്രയും വിശിഷ്ട വ്യക്തിത്വങ്ങളൊക്കെ സംസാരിക്കാനിരിക്കുകയാണ്. 75 വർഷം ആഘോഷിക്കുന്ന ഒരു ഗ്രന്ഥശാല. വളരെ വലിയ രീതിയിൽ അവരാവശ്യപ്പെട്ടിട്ടാണ് ഞാൻ കൃത്യസമയത്ത് അവിടെ ചെന്നത്. ഞാൻ ചെന്ന് ആ വേദിയിൽ സദസ്സിലേക്ക് നോക്കുമ്പോൾ ഈ ഗ്രന്ഥശാലയേക്കാൾ പ്രായമുള്ള കുറെ മനുഷ്യർ മാത്രമാണ് അവിടെ സദസ്സിലുള്ളത്. വായനയുടെ ലഹരി അപ്പോഴും അസ്തമിച്ചിട്ടില്ലാത്ത, അക്ഷരങ്ങളോട് പ്രണയമുള്ള ആ വലിയ മനുഷ്യരോടുള്ള എല്ലാ ആദരവും ഹൃദയത്തിൽ നിറച്ചുകൊണ്ട് തന്നെ ഞാൻ സംഘാടകരോട് ചോദിച്ചു, ഇവിടെ പുതിയ തലമുറ, നമ്മുടെ ചെറുപ്പക്കാരില്ലേ, അവരുടെ ഒരു സാന്നിധ്യം ഇവിടെ കാണുന്നല്ലോ. നമ്മുടെ ഈ അടുത്ത വരും കാലങ്ങളിലേക്ക് പുതുചിന്തകൾക്ക് അക്ഷരങ്ങളിലൂടെ തീപടർത്താൻ അവരല്ലേ മുന്നോട്ട് വരേണ്ടത്? ഈ ഗ്രന്ഥശാലയുടെ പ്രവർത്തനങ്ങൾ ഭാവിയിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് നമ്മുടെ ചെറുപ്പക്കാരല്ലേ? ആ ചെറുപ്പക്കാരെ ഒന്നും ഇവിടെ കാണുന്നില്ലല്ലോ എന്ന് വളരെ നിരാശയോടെ ഞാൻ കരുതിയത് ആ പ്രദേശത്തിന്റെ മുഴുവൻ ഒരു വലിയ സാംസ്കാരിക ഉത്സവമായിരിക്കും, എല്ലാവരുടെയും പങ്കാളിത്തത്തോടുകൂടി അവിടെ നടത്തപ്പെടുന്നതെന്നാണ് ഞാൻ ധരിച്ചത്. ഈ ഗ്രന്ഥശാല, ഒരു ഗ്രന്ഥശാല എന്ന് പറയുന്നത് ഒരു നാടിന്റെ ഏറ്റവും വലിയ നന്മയല്ലേ, ഏറ്റവും വലിയ പുണ്യമല്ലേ? അവരങ്ങനെ വലിയ ഒരു സാന്നിധ്യം പ്രത്യേകിച്ചും യുവാക്കളോടെ പ്രതീക്ഷിച്ചു പോയി ഞാൻ വല്ലാതെ നിരാശപ്പെട്ടു. സംഘാടകരോട് ഞാൻ ചോദിച്ചത്, എവിടെയാണ് നമ്മുടെ ചെറുപ്പക്കാരോ? അവർ പറഞ്ഞ മറുപടി, തൊട്ടപ്പുറത്ത് അന്ന് ഏതോ ഒരു പുതിയ സിനിമയുടെ റിലീസിംഗ് ആണ്, അതൊരു അന്യഭാഷാ സിനിമയാണെന്ന് എൻ്റെ ഓർമ്മ. അപ്പൊ ഞാൻ കരുതി സ്വാഭാവികമായിട്ട് ഈ കുട്ടികൾ സിനിമ കാണാൻ പോയിട്ടുണ്ടാകും എന്നാണ്. പക്ഷെ അവർ പറഞ്ഞ മറുപടി അതല്ല. ആ സിനിമാ തിയേറ്ററിന്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന ആ സിനിമയിലെ നായക നടന്റെ 10-30 അടി ഉയരമുള്ള ഫ്ലെക്സ് കട്ടൗട്ടിന്റെ മുകളിൽ മിൽമയുടെ കവർ പാല് വാങ്ങി പൊട്ടിച്ച് പാലഭിഷേകം നടത്താൻ നമ്മുടെ കുട്ടികൾ പോയിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. എന്തൊരു അപമാനമാണ്, എന്തൊരു അപഹാസ്യമാണ്. നമ്മൾ പുതിയ തലമുറയുടെ ഊർജവും കർമ്മശേഷിയും ഒക്കെ ഇങ്ങനെയാണോ വിനിയോഗിക്കപ്പെടേണ്ടത്? ഞാനൊരു സ്വയം വിമർശനമായിട്ടാണ് പറയുന്നത്. ഞാനൊരു ഒക്കെ അഭിനയിക്കുന്ന ചില 3-ാം കിട 4-ാം കിട സിനിമകളെയൊക്കെയാണ് അവർ ഏറ്റവും ഉദാത്തമായ കലാസൃഷ്ടികളായിട്ട് കാണുന്നത്. അതിലെ നായകന്മാരുടെയൊക്കെ വേഷങ്ങളൊക്കെ അന്ധമായിട്ട് അനുകരിച്ച് നടക്കുന്ന ഒരു തലമുറ വളർന്നു വരികയാണ്. അവരെ കുറിച്ചാണ് ഞാൻ എൻ്റെ ആശങ്ക പറഞ്ഞത്. ഞാൻ ആ നിമിഷം ആ വേദിയിലിരുന്ന് ഇങ്ങനെ ആലോചിച്ചു, ഞാനൊരു ചക്രവർത്തിയായിരുന്നില്ലെങ്കിൽ ഞാനൊരു ലൈബ്രറിയനാകുമായിരുന്നു എന്ന് പറഞ്ഞ മഹാനായ നെപ്പോളിയൻ ചക്രവർത്തിയെ കുറിച്ച് ഞാൻ ചിന്തിച്ചു. പട്ടിണിക്കാരനായ മനുഷ്യ, നിന്റെ ഏറ്റവും നല്ല ആയുധമാണ് പുസ്തകം, അത് നിന്റെ പട്ടിണി മാറ്റും എന്ന് പറഞ്ഞ മഹാനായ വിശ്വസാഹിത്യകാരൻ ബെർത്തോൾഡ് ബ്രെക്റ്റിന്റെ വാക്കുകൾ, വിശ്വനാടകകാരൻ ബെർത്തോൾഡ് ബ്രെക്റ്റിന്റെ വാക്കുകൾ ഞാൻ ആ അവസരത്തിൽ ഓർത്തു. കേരളത്തിന്റെ ഗ്രാമഗ്രാമാന്തരങ്ങളിൽ ഒരു ജീവിതം മുഴുവൻ ഗ്രന്ഥശാലകൾ പടുത്തുയർത്താൻ ഇങ്ങനെ ജീവിതം തന്നെ അതിനുവേണ്ടി വിനിയോഗിച്ച, ഒഴിഞ്ഞുവെച്ച ഒരു മഹാമനുഷ്യനെ ഞാൻ ഓർത്തു. നമ്മൾ വായനാദിനമായി ആഘോഷിക്കുന്ന ജൂൺ 19 ഓർമ്മകളിൽ PN പണിക്കർ സാർ എന്ന് പറയുന്ന മഹാമനുഷ്യനെ ഞാൻ ഓർത്തു ആ വേദിയിൽ. എന്തൊരു അപജയമാണ്, എന്തൊരു അഭ്യാസമാണ് നമ്മുടെ പുതിയ തലമുറയുടെ കല, അവരുടെ ഒരു സങ്കല്പം. ഞാൻ തൃശ്ശൂർ സ്കൂളറാമയിൽ പഠിച്ചിരുന്ന ഒരാളാണ്, ശ്രീ പ്രമോദ് പയ്യന്നൂരൊക്കെ. അവിടെ ഞാൻ പഠിക്കുന്ന സമയത്ത് അതുകൂടി പറഞ്ഞിട്ട് ഞാൻ നടത്താം. അന്ന് മാണിമാധവൻ ചാക്യാർ എന്ന് പറയുന്ന കൂടിയാട്ടത്തിന്റെ മഹാകുലപതി, അദ്ദേഹത്തിന്റെ ഒരു ഡെമോൺസ്ട്രേഷൻ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്.
നമ്മുടെ പുതിയ കുട്ടികളൊക്കെ വിചാരിക്കുന്നത് ഇത്തരം സിനിമകളിലേക്ക് അഭിനയമാണ് ഏറ്റവും ഉദാത്തമെന്ന്. ഞാൻ ഈ ഉദാത്തമായ സിനിമകളെ കുറിച്ചോ അതിലെ ഉദാത്തമായ അഭിനയ പ്രകടനങ്ങളെ കുറിച്ചോ അല്ല പറയുന്നത്. ഞാനൊരു സ്വയം വിമർശനമായി ഞാൻ കൂടിയൊക്കെ അഭിനയിക്കുന്ന, ഞാൻ കൂടി ഭാഗമാക്കായ സിനിമകളിലെ കാര്യമാണ് ഞാൻ പറയുന്നത്. മാണിമാധവൻ ചാക്യാർ അദ്ദേഹം ഇങ്ങനെ ഒരു പുൽപ്പായിൽ ഇങ്ങനെ നിലത്ത് ചമ്രം പടഞ്ഞിരുന്നുകൊണ്ട് മുഖത്തിന്റെ ഒരു ഭാഗത്ത് ഒരു ഭാവവും മറ്റൊരു ഭാഗത്ത് മറ്റൊരു ഭാവവും ഒരേ സമയം അനായാസമായി ആർക്കും മനസ്സിലാകുന്ന രീതിയിൽ ഇങ്ങനെ അഭിനയിക്കുന്ന അഭിനയത്തിന്റെ ലോകോത്തര വിസ്മയം ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. ഈ മുഖത്തിന്റെ പേശികളിൽ നിമിഷത്തിന്റെ ദശാംശങ്ങളിൽ ഇങ്ങനെ നവരസങ്ങൾ മിന്നിമായുന്ന മഹാ അത്ഭുതം ഞാൻ കണ്ടിട്ടുണ്ട്. കണ്ണുകളുടെ ചെറിയ ചലനങ്ങൾ കൊണ്ട്, കൈവിരലുകളുടെ ചെറിയ ചലനങ്ങൾ കൊണ്ടൊരു ചിത്രശലഭം ഇങ്ങനെ പറന്നു വരുന്നതും അതൊരു അഗ്നികുണ്ഡത്തിൽ വീട്ടിൽ ജ്വലിക്കുന്നതും മഹാത്ഭുതമാണത്. അങ്ങനെ ഒരു പ്രകടനം ഞാൻ ഇത്ര നിസ്സാരമായിട്ട് ആ മനുഷ്യൻ ഇങ്ങനെ കാണിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. നമുക്കറിയില്ല, ഈ കഥകളിയിലും മറ്റുമൊക്കെ എത്രയോ മഹാനടന്മാർ, ലോകോത്തര നടന്മാർ, അവരുടെ കൈലാസപർവ്വതമൊക്കെ എടുത്തിട്ട് ഇങ്ങനെ കയ്യിലിട്ട അമ്മാനമാടുമ്പോ ആ കൈലാസപർവ്വതത്തിന്റെ എല്ലാ വലിപ്പവും ഗരിമയും എല്ലാം നമുക്ക് അനുഭവവേദ്യമായി തരുന്ന രീതിയിൽ അവർ അഭിനയിക്കുന്ന മഹാവിസ്മയം പ്രകടനങ്ങൾ നമ്മൾ കണ്ടിട്ടില്ലേ നമ്മുടെ പാരമ്പര്യ കലകളിൽ? അത്തരം ശ്രേഷ്ഠ കലകൾ നമുക്കുണ്ട്. എത്ര പേർക്ക് നമ്മുടെ പുതിയ കുട്ടികൾക്ക് കഥകളിയെക്കുറിച്ച്, കൂടിയാട്ടത്തെക്കുറിച്ച് എത്ര പേർക്കറിയാം? അതിൽ ഇങ്ങനെയുള്ള ലോകോത്തര നടന്മാരെ കുറിച്ച് എത്ര പേർക്കറിയാം? ഞാൻ പലപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്. പ്രേംകുമാർ എന്ന് പറയുന്ന ഒരു വ്യക്തി ചില ടെലിവിഷൻ സീരിയലുകളിലും ചില സിനിമകളിലുമൊക്കെ ഇങ്ങനെ അഭിനയിച്ചതിന്റെ പേരിൽ പിൽക്കാലത്ത് കുറെ വിദേശത്തൊക്കെ ഇങ്ങനെ പോകാൻ പറ്റിയിട്ടുണ്ട്. അവിടെയൊക്കെ ചെല്ലുമ്പോൾ അവിടെയൊക്കെയുള്ള ആൾക്കാർ, മലയാളികൾ പ്രേംകുമാർ എന്ന് സ്നേഹത്തോടെ എന്നെ ഇങ്ങനെ പേര് ചൊല്ലി വിളിക്കുമ്പോൾ വല്ലാത്ത അഭിമാനം തോന്നാറുണ്ട്. പക്ഷെ അവിടെ ഞാൻ തിരിച്ചറിയുന്ന ഒരു കാര്യമുണ്ട്. അത് പ്രേംകുമാർ എന്ന് പറയുന്ന ആ ഒരു നടന്റെ ഒരു മഹത്വം കൊണ്ടോ എൻ്റെ ഈ അഭിനയത്തിന്റെ മികവ് കൊണ്ടോ ഒന്നുമല്ല. അത് ഞാൻ അഭിനയിക്കുന്ന ടെലിവിഷൻ അല്ലെങ്കിൽ സിനിമ എന്ന് പറയുന്ന മാധ്യമത്തിന്റെ, ഈ നൂറ്റാണ്ടിലെ ഏറ്റവും ശക്തിസ്വാധീനമായ ഒരു മാധ്യമത്തിന്റെ ശക്തിയാണ്. ആ മാധ്യമത്തിന്റെ ശക്തി കൊണ്ട് തന്നെയാണ് തീർച്ചയായിട്ടും ഇന്നിപ്പോ ഈ വേദിയിൽ തന്നെ ഒരുപക്ഷെ നിർത്താൻ ഇവരൊക്കെ തയ്യാറാകുന്നതും അത് തന്നെ. ഇതിനേക്കാളൊക്കെ എത്രയോ മഹാപ്രകടനങ്ങൾ ഈ നാടകത്തിൽ, നമ്മൾ കഥകളിയുടെയും കൂടിയാട്ടത്തിന്റെയും ഒക്കെ കാര്യം പറയും, നാടകത്തിൽ എന്തൊരു മഹാവിസ്മയിപ്പിക്കുന്ന നടന്മാരുണ്ട്. അവരിങ്ങനെ രംഗവേദിയിൽ വന്ന് 2-3 മണിക്കൂറൊക്കെ ഇങ്ങനെ ഒറ്റയ്ക്ക് അതിന്റെ കണ്ടിന്യൂറ്റി ഒരു അല്പം പോലും നഷ്ടപ്പെടാതെ വികാരത്തിന്റെ ആ മഹാപ്രപഞ്ചം സൃഷ്ടിക്കുന്ന സാത്വിക, ആംഗിക, വാചിക, ആഹാരി അഭിനയങ്ങളുടെ എല്ലാം, ഈ ചതുർവിധ അഭിനയങ്ങളുടെ മുഴുവൻ സമന്വയത്തിലൂടെ ഒരു കഥാപാത്രത്തിനെ ആ പൂർണ്ണമായി ഇങ്ങനെ മണിക്കൂറുകൾ കൊണ്ട് ആവിഷ്കരിക്കുന്ന ആ ഒരു ഒരു രാസപ്രവർത്തനം. ഇത് സിനിമയിൽ ഒരു ക്യാമറയുടെ മുമ്പിൽ ഒരു ഷോട്ട് കഴിഞ്ഞ് അടുത്ത ഷോട്ട്. പക്ഷെ നാടകത്തിൽ അതാണോ? എന്തൊരു അത്ഭുതകരമായ പ്രകടനം! അങ്ങനെയുള്ള നടന്മാരുണ്ട്. അപ്പൊ ആ ഒരു വലിയ സംസ്കാരത്തിന്റെ ഇടമായ നമ്മുടെ ഈ കേരളത്തിൽ ഇവിടെ പോലും യഥാർത്ഥ കല തിരിച്ചറിയപ്പെടാതെ പോകുന്നു, യഥാർത്ഥ കലാപ്രവർത്തനം തിരിച്ചറിയപ്പെടാതെ പോകുന്നു.